എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ മാത്രമേ കഴിയൂ അവരോട്. ഇക്കാര്യത്തിൽ പിന്നെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനുള്ള നിലപാട് എന്താണ് എന്ന് പുതുതായി പറയേണ്ട കാര്യമില്ല. രാജീവ് പറഞ്ഞതിനെ ശ്രീകുമാർ വിമർശിക്കുന്നത് കേട്ടു. രാജീവ് പറഞ്ഞ നിലപാട് ഇന്ന് പറഞ്ഞത് അതിനേക്കാളും മുമ്പ് 2019 സെപ്റ്റംബറിൽ തന്നെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതെന്താണ് അന്ന് പറഞ്ഞത്? അന്ന് പറഞ്ഞത് ഈ 2018 സെപ്റ്റംബർ 28-നാണല്ലോ വിധി വന്നത്, യുവതി പ്രവേശന വിധി വന്നത്. അതിനുശേഷം പിന്നീട് ഒരുപാട് കാര്യങ്ങൾ നടന്നല്ലോ, നാമജപ ഘോഷയാത്രയടക്കം. അതിനു മുമ്പ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, താങ്കളല്ലേ സൂചിപ്പിച്ചത്, അതോ കൂട്ടത്തിൽ ആരെങ്കിലും ആണോ പറഞ്ഞത്, ഈ മറ്റവർ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അതിനെ ഒന്നാന്തരം രാഷ്ട്രീയ അവസരമായി കണ്ട ആൾക്കാരുണ്ട്. എന്നാൽ ആദ്യം ഈ രണ്ടു കൂട്ടരും ഈ വിധിയെ ശ്ലാഘിച്ചവരുമാണ്. ആ വിധിയെ ശ്ലാഘിച്ചവർ തന്നെയാണ് പിന്നീട് അതിനെ സുവർണാവസരമായിട്ടും പിന്നീട് രാഷ്ട്രീയ അവസരമായിട്ടും ഉപയോഗപ്പെടുത്താൻ നോക്കിയതും. പിന്നീട് ഞാനന്നും മീഡിയ വണ്ണിൽ ഉൾപ്പെടെ അന്ന് ചർച്ച ചെയ്തപ്പോൾ 2018 നവംബർ ഡിസംബർ മാസങ്ങളിലെ ചർച്ചകൾ ഉണ്ടാകുമല്ലോ പിന്നെ ലൈബ്രറിയിൽ, അത് നോക്കിയാൽ അറിയാം. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി, ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ ഈ പ്രശ്നത്തിനെ, ഈ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിനെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയിട്ടാണ് ഗവൺമെൻറ് കാണുന്നത്. എനിക്കതിനോട് യോജിപ്പില്ല എന്ന് അന്ന് ഞാൻ മീഡിയ വൺ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള ആളാണ്. അന്നും പിന്നീടും എൻ്റെ നിലപാട് തന്നെയായിരുന്നു, ഒരു മാറ്റം ഉണ്ടായില്ല. ഏതായാലും പിന്നീട് അതിന് ശേഷം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പൊക്കെ പിന്നീട് നടക്കുന്നു. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം നടക്കുന്ന റിവ്യൂവിൽ CPM അത് വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധനയാണ് അവർ മനസ്സിലാക്കുന്നത് ഈ സമരങ്ങളൊക്കെ, പ്രതിഷേധ സമരങ്ങൾ, നാമജപ ഘോഷയാത്ര ഒക്കെ ഉയർത്തിവിട്ട വലിയൊരു സോഷ്യൽ ഡൈനാമിക്സ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ, ഈ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് നന്നായി LDFന് എതിർ നിലപാടുണ്ടാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയമായി എതിർപക്ഷത്ത് നിൽക്കുന്നവർ നന്നായി അത് മുതലെടുത്തിട്ടുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴാണ് നിലപാട് പ്രഖ്യാപിക്കുന്നത്. എന്താണ് ആ നിലപാട്? സുപ്രീം കോടതിയാണല്ലോ, ഭരണഘടനാ ബെഞ്ചിലാണല്ലോ ഈ വിഷയം കിടക്കുന്നത്. ഭരണഘടനാ ബെഞ്ചിൽ ഇനി ആ വിഷയം എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ, മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രിയും അന്ന് പാർട്ടി സെക്രട്ടറിയാണ് കോടിയേരിയും പറയുന്നത്, വരികയാണെങ്കിൽ ഈ പ്രശ്നം അത് സംബന്ധിച്ച് ഗവൺമെൻറ്റിനുള്ള നിലപാടെന്ന് പറയുന്നത് ഈ പിന്നെ ഹൈന്ദവ സമൂഹത്തിലെ ആധ്യാത്മിക ആചാര്യന്മാരുമായിട്ടും സമുദായ നേതാക്കളുമായിട്ടും ഒക്കെ കൂടിയാലോചിച്ച്, പിന്നെ തന്ത്രസമാജവും തന്ത്രസമൂഹവും ഒക്കെ ഉണ്ടല്ലോ, അവരുമൊക്കെ ആയിട്ട് ആലോചിച്ച് ഒരു സമവായത്തിലെത്തിയിട്ട് നിലപാട് സ്വീകരിക്കാനാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു പിന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ടൊരു പ്രക്ഷോഭത്തിൻ്റെ നിലയിലല്ല മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്നത് എന്ന് അന്ന് പറഞ്ഞതാണ്. 2019 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ പാർട്ടി സെക്രട്ടറിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണനും. ആ നിലപാട് പിന്നെയും ആ വിഷയം എടുക്കുന്നത് 2020 ഒറ്റ പ്രാവശ്യം, ഒരു ദിവസം, അന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എസ് എ ബോബ്ഡെയാണ്, അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ ഒരു ദിവസം എടുക്കുന്നുണ്ട് ഈ വിഷയം. അപ്പോൾ അന്ന് കൂടെ ഉണ്ടായിരുന്ന സഹ ജഡ്ജിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് അത് മാറ്റിവെക്കുന്നു. പിന്നീട് ഇന്നാണ് ആ സംഭവം സുപ്രീം കോടതിയിൽ വരുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഉണ്ടാകുന്നത് എങ്ങനെ? ഇപ്പോൾ ഈ ഗ്യാപ്പ് ഇല്ലാതായത് എങ്ങനെയാണ്? പുതിയ CJ വന്നപ്പോഴേക്ക് കേസുകൾ, കെട്ടിക്കിടക്കുന്ന കേസുകൾ എത്രയും വേഗം തീർക്കുന്നത് എങ്ങനെ എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇത് ലിസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഇന്നിത് വരുന്നത്. വന്നു കഴിയുമ്പോഴോ അതിനെ നമ്മളുടെ ഈ പിന്നെ ഇലക്ഷനുമായി ബന്ധിപ്പിക്കേണ്ട ഒരു കാര്യം സുപ്രീം കോടതിക്കില്ല. സുപ്രീം കോടതി ഇലക്ഷൻ നോക്കിയിട്ടല്ലല്ലോ കേസെടുക്കുന്നതും തീരുമാനിക്കുന്നതും, അങ്ങനെയല്ലല്ലോ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇനി അതിന് ഈ പിന്നെ മാർച്ച് 14 മുമ്പ് നിലപാട് അറിയിക്കണം എന്ന് എല്ലാവരോടും എന്ന് പറഞ്ഞാൽ അഫക്റ്റഡ് പാർട്ടീസായിട്ട് നിൽക്കുന്ന എല്ലാവരും, ഏതായാലും ഇത് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധിയാണ്. ആ വിധിന്യായം ആരാണ് പുനഃപരിശോധിക്കുന്നത്? സുപ്രീം കോടതി തന്നെ പുനഃപരിശോധിക്കുകയാണ്. എങ്ങനെയാണ് പുനഃപരിശോധിക്കുന്നത്? 5 അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിച്ചത് 9 അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ അത്യപൂർവമായൊരു പരിശോധനാ ഘട്ടത്തിലേക്ക് അത് മാറ്റുകയാണ്. അതാണ് നടക്കുന്നത്.